എന്ന് പറയുന്നത്. പക്ഷെ റീഫ്യൂൽ എന്നല്ല, പാകിസ്ഥാൻ മീഡിയ പറയുന്ന ആയുധങ്ങളും മാത്രമായിട്ട് ആയുധങ്ങളും അതോടൊപ്പം തന്നെ അമ്യൂണിഷൻ എല്ലാമായിട്ട് വന്നു എന്ന് പറയുന്നത് ടു സപ്പോർട്ട് പാകിസ്ഥാൻ. സോ എന്താ പറയുക, ഫോണിൽ വിളിച്ചുള്ള വെറുമൊരു സോളിഡാരിറ്റി അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ് ഈ പറയുന്ന ടർക്കി. ടർക്കിയും പാകിസ്ഥാനും കൂടി ഹിസ്റ്ററി പറയാനുണ്ട്. അവർ വളരെ സുഹൃത്തുക്കളാണ്. പാകിസ്ഥാൻ ഈ പറയുന്ന വെസ്റ്റിൽ നിന്ന് ഈ പറയുന്നുള്ള മിസൈൽസുകളും കിട്ടാത്തതുകൊണ്ട്, കാരണം അവർക്ക് സാങ്ഷൻസ് ഉള്ളതുകൊണ്ട് ടർക്കിയാണ് അവരുടെ ലോങ് ടേം ഫ്രണ്ട്. ഈ പറയുന്ന F-16 അമേരിക്കയുടെ F-16 അപ്ഗ്രഡേഷൻ നടത്തി കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ടർക്കിയാണ്. അപ്പോൾ ടർക്കിനെ പറ്റി പിന്നെ രണ്ടാമത്തെ രാജ്യം അസർബൈജാൻ ഒരു പക്ഷേ ഈ പറയുന്ന സൈനികപരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവർ ഫോണിൽ വിളിച്ചു അവരുടെ സോളിഡാരിറ്റി അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. രണ്ട് രാജ്യങ്ങളാണ് ഓപ്പൺലി, ബാക്കിയുള്ള രാജ്യങ്ങളും ഇത് രണ്ട് ന്യൂക്ലിയർ രാജ്യങ്ങളാണ്, സംയമനം പാലിക്കണം എന്ന് പറഞ്ഞ് അവർ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ പറയാൻ പോകുന്നത്, ഇനി ഇന്ത്യക്കാരൻ നമ്മൾ ഇതൊരു വാറായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ഓരോ പണവും ഓരോ രൂപയും നമ്മൾ നോക്കി ചിലവാക്കിയേ പറ്റൂ. ആരാണ് നമ്മുടെ കൂടെ നിന്നതെന്ന്. ടർക്കി എന്ന് പറയുന്ന ഇന്ത്യൻസിന് ഹോട്ട്സ്പോട്ട് ഓഫ് വെക്കേഷൻ. അസർബൈജാൻ ഒരുപാട് പേര് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പോകുന്നുണ്ട്. കാരണം മഞ്ഞ് കാണാം, അവിടെ ചിലവ് കുറഞ്ഞ രാജ്യമാണ്, സുഖകരമായി പോകുന്നു. നിങ്ങളുടെ ഓരോ പണവും യൂസിങ് അഗെയിൻസ്റ്റ് ഇന്ത്യ. ടർക്കിഷ് എയർലൈനെ ബാൻ ചെയ്യണം. കാരണം ഞാൻ ഏവിയേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ്. മിഡിൽ ഈസ്റ്റ് എയർലൈൻസ് ഒക്കെ ഡിപ്പെൻഡൻറ്റ് ഓൺ ഇന്ത്യൻസ്. നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷനാണ്. രണ്ടാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷനുള്ള രാജ്യമാണ്. ജനസംഖ്യ, വലിയൊരു മാർക്കറ്റ്. ഈ പറഞ്ഞ എമിറേറ്റ്സ് ആയാലും എത്തിഹാദ് ആയാലും ഡിപ്പെൻഡൻ്റ് ഓൺ ഇന്ത്യൻ പീപ്പിൾ. നമ്മളെല്ലാ ലോകത്തിനും എല്ലായിടത്തും ഉണ്ട്. നമ്മൾ നിരാകരിച്ചു കഴിഞ്ഞാൽ അടച്ചു പൂട്ടാന്നുള്ളൂ. ഈ പറഞ്ഞ ടർക്കിഷ് ആയാലും എന്തായാലും എത്രയോ നമ്മുടെ ജനങ്ങൾ ഇവിടേക്ക് പോകുന്നു അല്ലേ, ടർക്കി കാണാൻ പോകുന്നില്ല. ഞാൻ പോകണ്ടെന്നല്ല പറയുന്നത്, ജസ്റ്റ് യൂസ് ഇറ്റ്, തിങ്ക് വൈസ്ലി. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു റഫേൽ കൊണ്ട് കുറേ മിസൈൽ കൊണ്ട് തീരില്ല. ദിസ് ഇസ് എ ലോങ് പ്രോസസ്സ്. അത് ഇവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്ന് പറയുന്നത് ധനസഹായം നിർത്തണം. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ അഭിപ്രായത്തിൽ മുന്നോട്ട് വന്ന് പറയണം, എൻ്റെ ഒരു രൂപ ഞാൻ ഈ പറയുന്ന ടർക്കിയിലോ അല്ലെങ്കിൽ അസർബൈജാനിലോ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നാളെ ഇത് തിരിച്ചു വന്ന് എൻ്റെ പെങ്ങന്മാരെ സിന്ദൂരം മായ്ക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇതാണ് ഒരു യുദ്ധം എന്ന് പറയുന്നത് പെട്ടെന്ന് വന്നു അടിച്ചു പോകുന്നില്ല. ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്സ്. അതുകൊണ്ട് എല്ലാവരും നാളെ ചിന്തിക്കണം, ആര് നമ്മുടെ കൂടെ നിന്നു, നമ്മുടെ പാകിസ്ഥാനോട് നിന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരമാണിത്.